സമൃദ്ധമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുവാനും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് കേൾക്കുവാൻ ലഭിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തെ ഓർത്ത് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: പ്രവാചകന്മാരിലൂടെ മുന്നമേ കാലങ്ങളിൽ നമ്മളോട് സംസാരിച്ചിരുന്നതായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ഓരോ മനുഷ്യ ഹൃദയങ്ങളിലേക്കും അയക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പിന്നെ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനും അതിനെ സ്വീകരിക്കുവാനും ഓരോ മനുഷ്യ മക്കളെയും അവിടുന്ന് ഒരുക്കുന്നു. അപ്രകാരം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 നമ്മൾ 2-ാമത്തെ തിരുവചനം വായിക്കുകയാണ്. എൻ്റെ വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ അനുതാപമുണ്ടായിരിക്കണം, ഹൃദയത്തിൽ എളിമയുണ്ടായിരിക്കണം. അപ്രകാരം എൻ്റെ വചനത്തെ സ്വീകരിക്കുന്ന ഓരോ വ്യക്തി